യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിവാദമായ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് കേസിൽ ഒത്തുതീർപ്പ്. അതെ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് ഒത്തുതീർപ്പ് നീക്കമുണ്ടായത്. ഹർജിക്കാരൻ പിന്മാറിയതോടെ ഹൈക്കോടതി നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ബിനൽ വിവരങ്ങളുമായിട്ട്. ബിനൽ, ഇത് പാർട്ടിക്കെതിരായ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പിന്മാറ്റമെന്നാണ് ജുവൈസ് മുഹമ്മദ് പറയുന്നത്. എന്ത് പറഞ്ഞായിരുന്നു ഈ പിന്മാറ്റം? കോടതിയിലെ നടപടികൾ എങ്ങനെയായിരുന്നു ഇത് അവസാനിപ്പിച്ചുകൊണ്ട്? ദിവിഷ, ഹൈക്കോടതിയിൽ ഒരു മെമ്മോ ഇട്ടുകൊണ്ട് ഹർജി പിൻവലിക്കാനുള്ള അതായത് ഹർജി പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു. അതായത് അത് വിഡ്രോ ചെയ്യാനുള്ള അനുമതി നൽകുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഈ കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഒരു മെമ്മോ രൂപത്തിൽ വരുന്നത്. 20-ാം തീയതിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിനിടയിലൊക്കെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസ് സജീവമായി വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അതിനിടയിൽ വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കേസ് പിൻവലിച്ചത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എന്തായാലും ആ പരാതിക്കാരനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് ആയിരുന്നു ആ പരാതിക്കാരൻ. ജുവൈസ് പറയുന്നത് താൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹിയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. പക്ഷേ തൻ്റെ പേര് ഈ മെമ്പർഷിപ്പിൽ വരികയും അതിൽ ഈ വ്യാജ കാർഡ്, അതായത് തൻ്റെ മോർഫ് ചെയ്ത വീഡിയോ അടക്കം ഉപയോഗിച്ചു എന്നതാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ജുവൈസ് പറയുന്നത്. തനിക്ക് പരാതി ഉണ്ടായിരുന്നു. അത് പ്രാദേശികമായി ചിലർ ഇത് ചെയ്ത വ്യക്തികൾക്കെതിരെയായിരുന്നു തനിക്ക് പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ ആ കേസ് താൻ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് പോയി എന്നാണ് ജുവൈസ് പറയുന്നത്. ആ പാർട്ടി നേതൃത്വത്തിലേക്കും പാർട്ടിയെയും ഈ കേസിന്റെ ഉപയോഗിച്ച് ദുർബലപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്ന് തനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ ഇതിൽ നിന്ന് പിന്മാറുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കൂടുതൽ CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായ ആരോപണം ഇതൊക്കെ തന്നെയാണ്, വ്യാജ കാർഡ് നിർമ്മിച്ചയാളെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിനുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ സജീവമായിരുന്നോ? അതിന് പിന്നാലെയാണോ ഈ ഹർജി പിൻവലിക്കുന്നത്? ദിവിഷ, ഇത് ഹൈക്കോടതിയിൽ മെമ്മോ നൽകുന്ന തീയതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നവംബർ 19-ാം തീയതിയാണ് ഈ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മോ ഫയൽ ചെയ്യുന്നത്. അതായത് CBI അന്വേഷണത്തിന് താൻ ഹർജിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ കേസിലെ പരാതിക്കാരൻ പറയുന്നു. ഈ ജുവൈസ് മുഹമ്മദിന്റെ പരാതിയിൽ നേരത്തെ മൂവാറ്റുപുഴ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും, അത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മറ്റൊരു കേസ് അന്വേഷിക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ജുവൈസിൻ്റെതായിരുന്നു, അതും ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കുന്നു. അതിനിടയിൽ ഈ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ജുവൈസ് ഹൈക്കോടതിയിൽ എത്തിയത്. കഴിഞ്ഞ കുറച്ചധികം മാസമായി ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ സർക്കാരോ ക്രൈംബ്രാഞ്ചോ ഈ കേസുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റുകളൊന്നും തന്നെ സമർപ്പിച്ചിരുന്നില്ല. ആ ഒരു അഫിഡവിറ്റ് നൽകുന്നതിനുള്ള ഒരു നീക്കം സർക്കാർ തലത്തിൽ തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഇത് പിൻവലിക്കാനുള്ള തീരുമാനം വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നവംബർ 19-നാണ് ആ മെമ്മോ ഇട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്തു വന്നപ്പോൾ ആ ഹർജിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അത് പിൻവലിക്കണമെന്ന് ഹർജിക്കാരൻ തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹൈക്കോടതി ആ CBI അന്വേഷണത്തിന്റെ ആ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ ജുവൈസിന്റെ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. അതായത് താൻ ഈ കേസ് നൽകുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അവരിലേക്ക് ഈ അന്വേഷണം പോകണമെന്നതായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ മറ്റൊരു തരത്തിലേക്ക്, താൻ ആഗ്രഹിക്കാത്ത തലത്തിലേക്ക് അന്വേഷണം പോകുന്നു. അതുകൊണ്ട് ഈ ഹർജി പിൻവലിക്കുന്നു. ഇത് മാത്രമല്ല, മൂവാറ്റുപുഴ പോലീസിൽ നൽകിയ പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പരാതിയിൽ നിന്നുകൂടി താൻ പിന്മാറുകയാണ് എന്നുകൂടി ജുവൈസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം